നമസ്കാരം. എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ആൾക്കാരും എല്ലാം ഉണ്ടായിട്ടും ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത്? അതിൻ്റെ കാരണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യം ശരിയായിട്ടുള്ള കാര്യമല്ല എന്നതാണ്. അതായത് നമ്മൾ എന്തിനാണോ ജീവിതത്തിൽ മുൻഗണന കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്, ആ സാധനം എന്താണോ അതനുസരിച്ചിരിക്കും നമ്മുടെ സമാധാനം. ആധുനിക കാലത്ത് ഭൂരിപക്ഷം ആൾക്കാരും 100-ൽ 99% ആൾക്കാരും പ്രയോറിറ്റി കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത് ധനസമ്പാദനത്തിനാണ്. പണമുണ്ടാക്കണം. നമ്മുടെ ധനാർത്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ടി വികളിലും പത്രങ്ങളിലും കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, ചില പ്രത്യേക ആൾക്കാർ 5 കോടി രൂപയുടെ വണ്ടിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ചില ആൾക്കാർ 25 കോടി രൂപയുടെ വീട് ഇന്ന സ്ഥലത്ത് വാങ്ങി. ഇന്നയാൾക്ക് 8 വീടുകളുണ്ട്, ഇന്നയാൾക്ക് 30 വണ്ടികളുണ്ട്, ഇന്നയാൾക്ക് ഇത്ര സ്വർണമുണ്ട്, ഇത്ര ശമ്പളമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിരവധി വാർത്തകളല്ല, നമ്മുടെ ഉള്ളിൽ ധനാർത്തി നിറയ്ക്കാനുള്ള ചില പരസ്യ രൂപത്തിലുള്ള വാർത്തകൾ പത്രങ്ങളിൽ സ്ഥിരമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഓൺലൈൻ മീഡിയയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം പണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു സിനിമാ നടൻ്റെ വരുമാനം എത്രയാണ്, കഴിഞ്ഞ സിനിമയ്ക്ക് അയാൾക്ക് എത്ര കിട്ടി, അയാളുടെ മൊത്തം ആസ്തി എത്രയുണ്ട്, ഇലോൺ മസ്കിൻ്റെ ആസ്തി എത്രയാണ്, അംബാനിയുടെ പക്കൽ എത്ര കോടിയുണ്ട്, അംബാനി മകൻ്റെ കല്യാണത്തിന് എത്ര കോടി മുടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ കണക്ക് മാത്രമാണ് നമ്മൾ ഇവിടെയും കേൾക്കുന്നത്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇതേക്കുറിച്ച് തന്നെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ ധനാർത്തി നിറയും. എനിക്കും പണം ഉണ്ടാക്കണം, പണമുണ്ടാക്കലാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടയാളം എന്നൊക്കെ നമ്മളും ചിന്തിച്ചുകൊണ്ട് നമ്മൾ പണത്തിൻ്റെ പിന്നാലെ പോകുന്നു. നമ്മുടെ മനസ്സിലെ ഏക ലക്ഷ്യം എത്രയും കൂടുതൽ പണമുണ്ടാക്കണമെന്നാണ്. ആ പണമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യാൻ പോകുന്നു. ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൂടുതൽ ലാഭമുണ്ടാക്കാം എന്ന് മാത്രം ചിന്തിച്ചിട്ട് സകല അസന്മാർഗിക കാര്യങ്ങളും അനീതിയും ബിസിനസ്സിൽ ചെയ്യുന്നു. കുട്ടികൾ ജനിച്ച് വീഴുന്ന സമയം മുതൽ തന്നെ അവരുടെ മേൽ അമിതമായ ഭാരമെടുത്തു വെക്കുന്നു. ഈ കുട്ടികൾ വളർന്നു വലുതായി കോടീശ്വരനായിട്ട് മാറണം, അവനോ അവളോ മറ്റുള്ളവരെക്കാൾ മുകളിലെത്തണം. ഇങ്ങനെ പണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ പേരുണ്ടാക്കാൻ വേണ്ടിയും പദവി ഉണ്ടാക്കാൻ വേണ്ടിയുമുള്ള ഒരു ഓട്ടമാണ് നമ്മൾ ജീവിതത്തിൽ നടത്തുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി എത്ര പ്രശസ്തനായാലും ശരി, എത്ര സമ്പന്നനായാലും ശരി, അവൻ്റെ മുകളിൽ അവനേക്കാൾ മികച്ച ഒരുത്തനുണ്ടാകും. ഞാനിപ്പോൾ അടുത്ത സമയത്ത് വളരെയധികം അത്ഭുതപ്പെട്ടൊരു കാര്യം, അല്ലു അർജുൻ എന്ന് പറയുന്ന പയ്യൻ്റെ ഒരു സിനിമ, നിങ്ങൾക്കറിയാം, പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായിട്ട് മാറി. ഏതാണ്ട് 2000 കോടി രൂപയാണ് സിനിമ കളക്ട് ചെയ്തത്. ആ സിനിമ ഇതുപോലെ ഒരു വമ്പൻ കളക്ഷൻ നടത്തുന്ന സമയം വരെ നമ്മളൊക്കെ അല്ലു അർജുനെ അറിഞ്ഞിരുന്നുവെങ്കിലും ഇവിടെ ഒരുപാട് സൂപ്പർ താരങ്ങൾ ആ സമയത്ത് വിലസിയിരുന്നു. അങ്ങ് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ കുറേയേറെ ആൾക്കാർ നെഞ്ചും വിരിച്ച് ഞങ്ങൾ സൂപ്പർ താരങ്ങളാണ്, ഞങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു. എന്നാൽ ഒരൊറ്റ സിനിമ റിലീസായി ആ ഒരൊറ്റ സിനിമയുടെ വിജയത്തിലൂടെ ഇന്ത്യയിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും മുകളിൽ കാല് വെച്ച് നിൽക്കുകയാണ് ഇപ്പോൾ അല്ലു അർജുൻ. ഇവിടെ ഏതെങ്കിലും ഒരു സിനിമാ നടന് ഇനിയൊന്ന് അഹങ്കരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലു അർജുൻ്റെ റെക്കോർഡ് തകർക്കണം. അല്ലു അർജുൻ്റെ റെക്കോർഡ് തകർക്കാതെ രജനീകാന്തിനോ ചിരഞ്ജീവിക്കോ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഷാരൂഖ് ഖാനോ അമീർ ഖാനോ അല്ലെങ്കിൽ സൽമാൻ ഖാനോ ആർക്കും തന്നെ ഇവിടെ ഞെളിയാൻ പറ്റില്ല. നിങ്ങളാരും ഒന്നുമല്ല എന്ന് അല്ലു അർജുൻ തെളിയിച്ചു കൊടുത്തത് ഒരുപക്ഷെ അല്ലു അർജുൻ പോലും മനഃപൂർവ്വം വിചാരിച്ചിട്ടില്ല, സംഭവിച്ചു പോയതാണ്. ഞാൻ പറഞ്ഞത് ഇത്ര തന്നെ ഉള്ളൂ. എല്ലാ വിജയങ്ങളുടെയും എല്ലാ വിജയ ലഹരികളുടെയും ആയുസ് ക്ഷണികമാണ്. ഒരുത്തൻ അതിൻ്റെ മുകളിൽ വരും. നിങ്ങൾ 2 കോടി രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്ത് 4 കോടിയുള്ള ഒരുത്തൻ വരും. അവൻ 4 കോടിയിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അവൻ കാണുന്നത് 15 കോടിയുള്ള ഒരുത്തനെയാണ്. 15 കോടിക്കാരൻ നോക്കുമ്പോൾ അവൻ്റെ മുകളിൽ 30 കോടിക്കാരനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പണമുണ്ടാക്കിയാലും, നിങ്ങൾ ഏത് പദവിയിലെത്തിയാലും ശരി, നിങ്ങൾക്ക് മുകളിൽ പിന്നെയും ആരെങ്കിലും കാണും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ഒരാൾക്കും അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് സമ്പൂർണ്ണ തൃപ്തനായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സിലുള്ള ആർത്തിക്കനുസരിച്ച് അവർക്ക് പണമുണ്ടാക്കാനോ അത്തരത്തിലുള്ള ഒരു പദവിയിലെത്താനോ അത്തരത്തിലുള്ള ഒരു അധികാരം ഉണ്ടാക്കിയെടുക്കാനോ പറ്റില്ല. ഇന്ന് പ്രധാനമന്ത്രി പോലും അധികാരസ്ഥാനത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം വരെ ജയിലിൽ പോകും. അപ്പോൾ ഈ പദവിയിലും പണത്തിലും ഒന്നും ഒരു കാര്യവുമില്ല എന്നുള്ളത് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് തിരിച്ചറിയണം.
എന്നിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മറ്റ് 2 കാര്യങ്ങൾക്കാണ്. ആ 2 കാര്യങ്ങൾക്കാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിച്ച വ്യക്തി. എന്താണ് ആ 2 കാര്യങ്ങൾ? 1 മനസ്സമാധാനം, 2 ആരോഗ്യം. നിങ്ങൾ മനസ്സമാധാനത്തിനും ആരോഗ്യത്തിനുമാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറും. നിങ്ങളുടെ മനസ്സിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സമാധാനം ഉണ്ടാക്കും. നിങ്ങളുടെ ടാർഗറ്റ് പണവും പദവിയുമാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊരിക്കലും സമാധാനം കിട്ടുകയുമില്ല, നിങ്ങളുടെ ഒപ്പം ജീവിക്കുന്ന ആൾക്കാർക്കും സമാധാനം കിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ സമാധാനമാണ് ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴത്തെ ലക്ഷ്യം സമാധാനമാണെങ്കിൽ, നിങ്ങൾ എവിടെല്ലാം പോകുന്നോ അവിടെയൊക്കെ നിങ്ങൾ സമാധാനം ഉണ്ടാക്കും. ഒരു പ്രശ്നമുള്ള സ്ഥലത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. കാരണം നിങ്ങൾ സമാധാനമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സമാധാനം ടാർഗറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കും. സോൾവ് ചെയ്ത് നിങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്നും പണത്തോടും പദവിയോടുമുള്ള ആർത്തി എടുത്ത് കളഞ്ഞ് ജീവിക്കാൻ പണം ആവശ്യമാണ് എന്നുള്ള ഒരു ധാരണയിൽ നിന്നുകൊണ്ട് അതിന് അത്രമാത്രമേ പ്രസക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനമുണ്ടാക്കുന്ന വ്യക്തിയായിട്ട് മാറും. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കും. രണ്ടാമത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്താണ്? ആരോഗ്യത്തിനാണ്. എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടിരുന്നാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കോടീശ്വരനെ കണ്ടു. ഒരു നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനായിട്ടുള്ള ഒരു കോടീശ്വരൻ. പക്ഷേ അദ്ദേഹത്തിന് ഒരു വക സാധനങ്ങളും കഴിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഈ ലോകത്ത് കിട്ടുന്ന ഏത് ഭക്ഷണവും, ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് ഈ ലോകത്ത് കിട്ടുന്ന ഏത് വസ്തുവും വാങ്ങി കഴിക്കാനുള്ള പണമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ചായ കുടിക്കാൻ പാടില്ല, മോരും വെള്ളം കുടിക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല. ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? കൊറോണ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. അവിടെ അവർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ റെംഡെസിവിർ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഇഞ്ചക്ഷൻ കുത്തിവെച്ചു. അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വന്നിട്ട് അത് ചികിത്സിച്ച് മാറ്റാൻ വേണ്ടി അദ്ദേഹം കുറേയേറെക്കാലം ആശുപത്രികളിലായിരുന്നു. ആ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തകർന്നത്. ഇന്ന് അദ്ദേഹത്തിന് ആരോഗ്യത്തോടെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന തരത്തിൽ പോയെങ്കിൽ മാത്രമേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ പക്കൽ പണത്തിന് ഒരു കുറവുമില്ല. ഇതുപോലെ കോടീശ്വരന്മാരായിട്ട് സമാധാനമില്ലാതെ ആഹാരം കഴിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഈ അടുത്ത സമയത്ത് ജോർജ് പി എബ്രഹാം എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ശതകോടീശ്വരനാണ്, ഇഷ്ടംപോലെ പണമുള്ള മനുഷ്യനാണ്. അദ്ദേഹം മനസമാധാനമില്ലാതെ, ശരീരത്തിന് ആരോഗ്യമില്ലാതെ പോയി ആത്മഹത്യ ചെയ്തു. അതെങ്കിലും കണ്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രയോറിറ്റി എന്താണോ നമ്മുടെ ഹൃദയം അവിടെ ഇരിക്കും. നിങ്ങളുടെ പ്രയോറിറ്റി ആരോഗ്യവും മനസമാധാനവുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് രണ്ടിനു വേണ്ടിയും മാത്രം അധ്വാനിക്കും. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും. എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഈ അസുഖം വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ പ്രശ്നമുള്ളത്, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങളത് പരിഹരിക്കും. നിങ്ങളുടെ ഭക്ഷണക്രമവും നിങ്ങളുടെ ജീവിതശൈലിയും നിങ്ങൾ സ്വയം ക്രമീകരിക്കും. നിങ്ങൾക്ക് ആരോഗ്യം എന്ന് പറഞ്ഞ ടാർഗറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യൂ, ഇല്ല നിങ്ങൾ ചെയ്യില്ല. നിങ്ങളുടെ ടാർഗറ്റ് പണമാണെങ്കിൽ, ഇപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാണെന്ന് പലരും അറിയുന്നില്ല. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ അവർക്കൊരിക്കലും വീട്ടിൽ ആഹാരം ശരിയായ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. എവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കേണ്ടി വരും. ഇവനെ ജോലിക്കാരിയെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ജോലിക്കാരിക്ക് ഒരിക്കലും നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്ന അത്ര സിൻസിയറിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല. നേരെ മറിച്ച് ഭാര്യ വീട്ടിലിരിക്കുകയും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയും ആഹാരം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ആരോഗ്യത്തോടെ ജീവിക്കാം. എന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് പണം വേണമെന്നുള്ള ചിന്ത കൊണ്ടാണ് രണ്ടുപേരും കൂടെ ജോലിക്ക് പോകുന്നത്. രണ്ടുപേരും ഓരോ സ്ഥലത്ത് പോയിട്ട് രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം വരുന്നു, എന്നിട്ട് എന്തെങ്കിലും കുത്തിക്കലക്കി കഴിക്കുന്നു, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുന്നു. അവർക്ക് അവരുടെ ഹെൽത്ത് നോക്കാൻ പറ്റുന്നില്ല. ജോലി സ്ഥലത്തെ സമ്മർദ്ദം പോലെ സമാധാനമില്ല. വീട്ടിൽ വരുമ്പോൾ സമയം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണ് പണത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ. ജീവിതത്തിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് മനസ്സിൽ 2 ടാർഗറ്റുകൾ വെക്കുക. നമ്പർ 1 ടാർഗറ്റ്, ഞാൻ പറഞ്ഞതുപോലെ മനസ്സമാധാനം. എനിക്കെപ്പോഴും വേണ്ടത് മനസ്സമാധാനമാണ്. ഞാൻ എവിടെ ആയിരുന്നാലും ശരി അവിടെ ഞാൻ സമാധാനം ഉണ്ടാക്കും. സമാധാനമില്ലാത്തൊരു സാഹചര്യം ഞാൻ മൂലം ഒരിക്കലും ഒരിടത്തും ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ സമാധാനം ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ്, എനിക്ക് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യമാണ്. മനസ്സമാധാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികാരോഗ്യം താനേ ഉണ്ടായിക്കോളൂ. പിന്നെ ശരീരത്തിൻ്റെ ആരോഗ്യം,
അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ള ശരിയായിട്ടുള്ള കാഴ്ചപ്പാടിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം ഉണ്ടാകും. ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു അടയാളമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മെഡിസിൻ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതാണ് ആരോഗ്യകരമായ ശരീരത്തിൻ്റെ ലക്ഷണം. നിങ്ങൾക്ക് മരുന്നുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ ഹെൽത്ത് കോംപ്രമൈസ് ആയി കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഞാൻ മെഡിസിൻ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമില്ലാതെ ജീവിക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനം ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രമേ കാണൂ. പണം എത്രയുണ്ടെങ്കിലും അതുമൂലം നമുക്ക് ആരോഗ്യമോ സന്തോഷമോ സമാധാനമോ കിട്ടില്ല എന്നും, എന്നാൽ മനസമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ പണമില്ലെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നും തിരിച്ചറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ മുൻഗണനകൾ, പ്രയോറിറ്റികൾ മാറ്റുക. പ്രയോറിറ്റി എപ്പോഴും മനസമാധാനത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും കൊടുക്കുക. താങ്ക് യു.